അവന്റെ വാക്കുകളിൽ അവൾക്ക് സമാധാനം തോന്നിയിരുന്നു. തന്റെ ജീവിതത്തിലെ ഒരു നിർണായക ദിവസമാണ് പിറ്റേന്നെന്നറിയാതെയാണ് അവൾ സമാധാനപൂർവ്വം നിദ്രയെ പുൽകി തുടങ്ങിയത്. അന്ന് രാവിലെ അല്പം നേരത്തെ തന്നെ അവൾ ഉണർന്നിരുന്നു. ശേഷം അമ്മയുടെ അരികിലേക്ക് ചെന്നു. കുറേ ദിവസങ്ങളായി അമ്മയോട് സംസാരിക്കുന്ന പോലുമില്ല. മുഖം വീർപ്പിച്ചാണ് തന്നെ കാണുന്നത്. അരികിലേക്ക് ചെല്ലുമ്പോൾ എല്ലാം മുഖം വീർപ്പിച്ചാണ് നിൽക്കുന്നത്. അരികിൽ ചെന്ന് അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഒന്നും പറയാതിരിക്കുകയാണ്. എനിക്ക് അമ്പലത്തിൽ പോണം. ഇപ്പോഴെന്താ പെട്ടെന്നൊരു അമ്പലത്തിൽ പോക്ക്? അവൻ അവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്പം ദേഷ്യത്തോടെ തന്നെയാണ് സുഭദ്ര ചോദിച്ചത്. മനസ്സിന് സമാധാനമില്ലെങ്കിൽ പിന്നെ ഈശ്വരന്മാരല്ലാതെ മറ്റാരും കൂട്ടിനുണ്ടാവില്ലല്ലോ. തൽക്കാലം നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. എന്തൊരു കഷ്ടമായത്. എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണോ? എങ്ങോട്ട് ഇറങ്ങല്ലെന്ന് പറയാൻ വേണ്ടി നിന്നെ ഇവിടുന്ന് സ്വതന്ത്രമായി ഇറക്കി വിട്ടിരുന്നതല്ലേ? അപ്പോഴല്ലേ മറ്റുള്ളവർക്ക് മാനക്കേടുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളുമായിട്ട് നീ തിരിച്ചു വന്നത്. ഇനിയിപ്പോൾ പൂട്ടിയിട്ട പോലെ നിന്നാ മതി. എന്താ സംഭവിക്കുന്നതെന്ന് നോക്കട്ടെ. അമ്മേ, എനിക്ക് അമ്പലത്തിൽ പോകണം. എങ്ങും പോകണ്ടെന്ന് പറഞ്ഞില്ലേ? അത്രയും പറഞ്ഞ് അപ്പുറത്തേക്ക് പോയപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു. സ്വന്തം വീട്ടിൽ പെട്ടെന്ന് തന്നെ ഒറ്റയ്ക്കാക്കപ്പെട്ടു പോയവൾ. എന്താണ് അതിനു മാത്രം താൻ ചെയ്ത കുറ്റം? ഒരുവനെ ഇഷ്ടപ്പെട്ടതോ? കുടുംബത്തിന് മോശമാകുന്ന ഒരു കാര്യങ്ങൾക്കും ഇന്ന് വരെ താൻ നിന്നിട്ടില്ല. ഇപ്പോഴും അവനൊപ്പം ഇറങ്ങിപ്പോകണമെന്ന് പോലും താൻ ചിന്തിക്കുന്നില്ല. എല്ലാവരുടെയും ഇഷ്ടത്തോടെയുള്ളൊരു വിവാഹം മാത്രമാണ് ഉള്ളിലുള്ളത്. പക്ഷെ തൻ്റെ ജീവിതം അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അച്ഛൻ കുടുംബത്തിനും നാട്ടുകാർക്കും വേണ്ടി തൻ്റെ ജീവിതം ത്യാഗം ചെയ്യാൻ പോകുന്നു. വിവേകിനെ വിശ്വാസം ഉണ്ടായിട്ടില്ല. കുടുംബത്തിന്റെ പേര് രക്ഷിക്കാനാണ് ഇപ്പോൾ ഈ വിവാഹത്തിന് വേണ്ടി അച്ഛൻ മുൻകൈ എടുക്കുന്നതെന്ന് അവൾക്ക് അറിയാമായിരുന്നു. വിവേക് അത്ര നല്ലവനല്ലെന്ന് അത്രയും പറഞ്ഞതിൽ നിന്നും അച്ഛന് നേരിയ സംശയം പോലും ഇല്ലെന്ന കാര്യത്തിൽ അവൾക്ക് അത്ഭുതം തോന്നിയിരുന്നു. എത്രയോ പെൺകുട്ടികളുടെ ജീവിതമാണ് ഇങ്ങനെ വീട്ടുകാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വേദനയിലാകുന്നതെന്ന് ഒരു നിമിഷം അവൾ ചിന്തിച്ചു പോയിരുന്നു. തന്നെ പോലെ എത്രയോ പെൺകുട്ടികൾ ഓരോ വീടിന്റെയും അകത്തളങ്ങളിൽ ഇത്തരത്തിൽ കണ്ണുനീരിനെ ലാവയാക്കിയിട്ടുണ്ടാവും. ഓരോ വട്ടവും ഒരു പത്രത്തലക്കെട്ടിലോ വാർത്താമാധ്യമങ്ങളിലെ അന്തിച്ചർച്ചയിലോ മാത്രമായി അവളുടെ ദുരവസ്ഥ ചർച്ച ചെയ്യപ്പെടും. അതിനുമപ്പുറം വീണ്ടും അവൾ ഒരു പഴങ്കഥയായി മാറും. ചർച്ച ചൂടുപിടിക്കുന്ന സമയങ്ങളിൽ മാത്രം അവളുടെ ദുരവസ്ഥയെപ്പറ്റി കൂടുതൽ ആളുകൾ സംസാരിക്കും. ഇങ്ങനെയൊരവസ്ഥ അവൾക്ക് വന്നല്ലോ എന്ന് ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യില്ലായിരുന്നുവെന്ന് എല്ലാവരും പറയും. അതിനു മുൻപ് ഒറ്റയ്ക്കായി പോകുന്നവളെ ഒന്ന് ചേർത്ത് പിടിക്കാനോ ഒരു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കുവാനും ആരും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും പ്രാധാന്യം കുടുംബത്തിന്റെ പേരും അന്തസ്സും ഒക്കെ തന്നെയായിരിക്കും. ഇങ്ങനെയാണോ ഓരോ പെൺകുട്ടികളും ഒരു മുഴം കയറിലോ ഒരു വിഷക്കുപ്പിയിലോ ഒടുങ്ങിപ്പോകുന്നത്? ജീവിതം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങളിൽ അവരെന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും? തങ്ങൾക്ക് യാതൊരു വിലയും നൽകാത്ത എല്ലാ മനുഷ്യരെയും ആ നിമിഷം അവർ മനസ്സിൽ ഓർത്തിട്ടുണ്ടാവും. ജന്മം നൽകിയവർ പോലും അകറ്റി നിർത്തുന്ന നിമിഷം ഈ ജീവിതത്തോട് തന്നെ വിരക്തി തോന്നിയിട്ടുണ്ടാവും. അതിലും മികച്ചത് മരണമാണെന്ന് തോന്നിക്കാണും. ഒരു ദുഃഖങ്ങളുമില്ലാത്ത ലോകത്തേക്ക് പോകാമെന്ന് അങ്ങനെയാവും അവർ തീരുമാനിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്തതിൻ്റെ പേരിൽ കുറ്റം പറയാൻ പറ്റില്ലെന്ന് ആ നിമിഷം അവൾക്ക് തോന്നി. ഈ നിമിഷം താനും ആഗ്രഹിക്കുന്നത് അതല്ലേ? അടർന്നു വന്ന മിഴിനീർ കൈകളാൽ തുടച്ച് അവൾ അകത്തേക്ക് പോയി. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി തലയണയ്ക്കടിയിൽ നിന്നും ഫോൺ എടുത്തു നോക്കി. നിരവധി മെസ്സേജുകൾ വന്നു കിടക്കുന്നുണ്ടായിരുന്നു. എല്ലാം അവൻ്റേത് തന്നെയായിരുന്നു. നാളത്തെ കാര്യം മറക്കരുതെന്ന് ഓരോ മെസ്സേജിലും അവൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവനെ ഇതിലേക്ക് വലിച്ചിട്ടത് താനാണ്. പ്രണയം മനസ്സിൽ പോലും ഉണ്ടാകാതിരുന്ന ഒരുവനെ പിറകെ നടന്ന് ശല്യപ്പെടുത്തി സ്നേഹിപ്പിക്കുകയായിരുന്നു താൻ. പലവട്ടം അവൻ ഒഴിഞ്ഞു മാറിയതാണ്. മോഹം കൊടുത്തവനെ ചതിക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് തന്നെ നിശ്ചയിച്ചുറപ്പിച്ചത് ഏതുപോലെ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും നാളെ രാവിലെ അവൻ പറഞ്ഞതുപോലെ രജിസ്റ്റർ ഓഫീസിൽ എത്തണമെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. അതുതന്നെയാണ് നല്ലത്. തൻ്റെ ജീവിതത്തിന് യാതൊരു വിലയും നൽകാത്തവർക്ക് മുൻപിൽ കുറച്ചെങ്കിലും ഒന്ന് ജയിച്ച് കാണിച്ചു കൊടുക്കണം. പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ത്യാഗമാവരുത് ജീവിതം. നമുക്ക് വേണ്ടി തന്നെ ജീവിച്ചു തീർക്കണം. നമ്മുടെ സന്തോഷങ്ങൾക്ക് തന്നെ മൂല്യം നൽകണം. ഇല്ലെങ്കിൽ ജീവിതത്തിൽ തോറ്റുപോകുന്നത് നമ്മൾ മാത്രമായിരിക്കും. ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ വേർപാട് പോലും. നമ്മുടെ പ്രിയപ്പെട്ടവരെ ചെറിയൊരു കാലയളവിൽ കൂടുതൽ ആരെയും അലട്ടുന്നില്ല. എല്ലാ കാര്യത്തിലും നഷ്ടം നമുക്ക് മാത്രമാണ്. നമ്മുടെ ജീവിതവും നമുക്ക് വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ വാർത്തെടുക്കേണ്ടത്. ആദ്യം പ്രാധാന്യം എന്നും നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കണം. നമുക്ക് വേണ്ടി ചിന്തിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നതാണ് ഈ ഭൂമിയിലെ ഏറ്റവും നഗ്നമായ സത്യം. സത്യത്തിൽ നമ്മളല്ലാതെ മറ്റാരും നമ്മളെക്കുറിച്ച് ആകുലരാവാറില്ല. ചിന്തകൾ വല്ലാതെ കാടുകയറുന്നത് അവൾക്ക് തോന്നി. അന്നത്തെ ദിവസം കടയിലേക്ക് വിശ്വനാഥനും പോയിരുന്നില്ല. മരണവീട് പോലെയായിരുന്നു ആ വീട്. എല്ലാവരും അവരവരുടെ മുറികളിൽ നിന്ന് തന്നെ കഴിച്ചുകൂട്ടി. ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ മാത്രം വഴിപാട് പോലെ അമ്മ വന്ന് വിളിക്കും. അന്ന് രാവിലെ പതിവിലും നേരത്തെ അവൾ ഉണർന്നു. അലാറം കേട്ടപ്പോൾ തന്നെ എഴുന്നേറ്റു. വല്ലാത്തൊരു ധൈര്യം എവിടെ നിന്നോ തന്നെ വന്ന് മൂടുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്.
ഇവിടെ ജയിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ട് താൻ തോറ്റുപോകുമെന്ന് ആരൊക്കെയോ പറഞ്ഞു തരുന്നത് പോലെ. ശബ്ദമുണ്ടാക്കാതെ കുളിമുറിയിൽ പോയി കുളിച്ചു. കൂട്ടത്തിൽ നല്ലൊരു ചുരിദാറ തന്നെയാണ് അണിഞ്ഞത്. ദിവസങ്ങൾക്ക് ശേഷമാണ് കണ്ണുകൾ അഞ്ജനം കാണുന്നത്. നന്നായി തന്നെ ഉരുകി. എന്താണെങ്കിലും അവൾക്ക് തന്നെ അറിയില്ല. അവനെ കാണാൻ പോകുന്നത് കൊണ്ടാണോ മനസ്സ് ഇത്രയും തുടി കൊട്ടുന്നതെന്ന് അവൾ ആലോചിച്ചു. ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവൻ്റെ ഫോണെത്തി. പെട്ടെന്ന് തന്നെ എടുത്തു. ശബ്ദം അടക്കി പിടിച്ചാണ് സംസാരിച്ചത്. എഴുന്നേറ്റോ? റെഡിയായി. നിനക്ക് പേടിയില്ലേ തന്നെ വരാൻ? ഉണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കാനും എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ നീ തൽക്കാലം റിസ്ക് എടുക്കണ്ട. നിന്റെ വീടിൻ്റെ അവിടുന്ന് ഒരു 10 അടി കഴിഞ്ഞാൽ ഒരു കലിങ്കില്ലേ, അവിടെ കിരൺ ഉണ്ടാവും വണ്ടിയുമായിട്ട്. നീ അവൻ്റെ വണ്ടിയിൽ കയറിയാൽ മതി. അവന് വണ്ടിയും കൊണ്ട് കവലയിൽ വരും. അപ്പം ഞാനവിടെ ഉണ്ടാവും. ഞാൻ അങ്ങോട്ട് വന്ന് ആരെങ്കിലും കണ്ടാൽ പിന്നെ അത് പ്രശ്നമാകും. കിരൺ ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കാം. സൂരജിനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞാലും എല്ലാവരും വിശ്വസിച്ചോളും. അഥവാ പ്ലാൻ വർക്കൗട്ട് ആയില്ലെങ്കിലും നമുക്ക് വീണ്ടും എങ്ങനെയൊന്ന് ഇറങ്ങേണ്ടി വന്നാൽ അതിന് ഞാനിപ്പോൾ അങ്ങോട്ട് വരുന്നത് സേഫ് അല്ല. അമ്മയോട് ഞാൻ ചെറിയൊരു സൂചന കൊടുത്തു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്മ ഇപ്പോൾ വെളുപ്പിന് ഗുരുവായൂർക്ക് പോവാം. അമ്മ എതിർത്തോ? എതിർത്തൊന്നുമില്ല. അങ്ങനെ നിന്നെ വിളിച്ചുകൊണ്ട് വരുന്നത് ശരിയല്ലെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിളിച്ചുകൊണ്ടൊന്നും വരില്ല. തൽക്കാലം ഒരു വിശ്വാസത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നതേ ഉള്ളൂ എന്ന്. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് അമ്മ വ്രതമെടുത്ത് ഗുരുവായൂർ പോകാമെന്ന് കരുതിയത്. അമ്മയെ കൊണ്ട് വിട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ കവലയിൽ വരും. അപ്പം നമുക്ക് നേരെ പോവാം. ശരി അനുവേട്ട, എനിക്ക് അനുവേട്ടനെ ഒന്ന് കണ്ടാൽ മതി. എത്ര ദിവസമായി വീർപ്പുമുട്ടൽ. എനിക്കും നിന്നെ കാണാതെ ഒട്ടും പറ്റുന്നില്ല. അവൻ്റെ സ്വരം ആർദ്രമായി. കുറച്ച് വേദനകൾ നല്ലതാ. നമുക്ക് പിന്നീട് ഇതൊക്കെ ഓർത്ത് സന്തോഷിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ കരുതിയാൽ മതി. നമ്മുടെ ജീവിതം മാത്രമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. അത് നഷ്ടമായാൽ ചിലപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്ന വേദനയും നിസ്സഹായതയും അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ നല്ലതിന് വേണ്ടിയാണ്. അങ്ങനെ മാത്രം അനുവേട്ടൻ കരുതിയാൽ മതി. നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ടുകളാണ്. നമ്മൾ ഒരിക്കലും യഥാർത്ഥ ജീവിതത്തിലേക്ക് അത്ര പെട്ടെന്ന് എത്തില്ല. അതിനു മുൻപ് ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്കുണ്ടാവും. ആ പരീക്ഷണങ്ങളെ വിജയിച്ച് നമ്മൾ ആ വിജയം കൈവരിക്കുമ്പോഴാണ് അതിനൊരു സന്തോഷവും തൃപ്തിയും ഒക്കെ നമുക്ക് തോന്നുന്നത്. നാളെ നമുക്ക് ഒരുമിച്ചിരിക്കുമ്പോൾ സന്തോഷിക്കാനുള്ള കാരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതൊക്കെ. അങ്ങനെ വിചാരിച്ചാൽ മതി. ഉറപ്പോടെ അവൾ പറഞ്ഞു. നീ എന്നെ ഓരോ നിമിഷവും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ നിന്റെ ഓരോ വാക്കുകളും എന്നിൽ അത്ഭുതം നിറയ്ക്കുന്നതാണ്. ചില സമയത്ത് തോന്നും നീ ഭയങ്കര വീക്കാണെന്ന്. നിന്റെ കരച്ചിലും ഇനി എന്ത് ചെയ്യും അനുവേട്ട എന്നുള്ള സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ തോന്നും നീ ഒരു പൊട്ടി പെണ്ണാണെന്ന്. ഇപ്പം നീ സംസാരിക്കുമ്പോൾ തോന്നുന്നു എന്നെക്കാളും നീ ബോൾഡാണെന്ന്. അത്ഭുതത്തോടെ അവൻ പറഞ്ഞു. അതൊരു പെണ്ണിന് മാത്രം ഉള്ള പ്രത്യേകതയാണ് അനുവേട്ട. ഒരു സമയത്ത് ചിലപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിയാകും, ചിലപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ശക്തിയാവും. അതൊരു പെണ്ണിന് മാത്രമുള്ള ക്വാളിറ്റിയാണ്. ചിലപ്പോൾ ഒരു പുരുഷന് ഒരിക്കലും അങ്ങനെ ആവാൻ സാധിക്കില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ സാധിക്കുന്ന ഒരു പ്രത്യേക കഴിവ് പെണ്ണിനുണ്ട്. അവനൊന്ന് ചിരിച്ചു. വീട്ടിലുള്ളവരോട് പോലും യുദ്ധം ചെയ്ത് എന്നെ സ്നേഹിക്കാനും മാത്രം എന്ത് പ്രത്യേകതയാടി നീ എന്നിൽ കണ്ടത്? അവൻ്റെ ശബ്ദത്തിൽ കുറ്റബോധവും വേദനയും ഒക്കെ നിറഞ്ഞിരുന്നു. ഇതെനിക്കറിയില്ല. അതിന് മാത്രം ഇത്രയും നാളായിട്ടും ഒരു ഉത്തരം കണ്ടെത്താൻ എനിക്ക് സാധിച്ചിട്ടുമില്ല. ആദ്യമായിട്ട് കണ്ട നിമിഷം മുതൽ എൻ്റെ മനസ്സിൽ കയറിയതാണ് ഈ മുഖം. അതിനുള്ള കാരണം അതെനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ എത്രയോ വർഷങ്ങളായി ഈ മുഖം പിന്നീട് മനസ്സിൽ തന്നെ കൂടിയിരുന്നെന്നോ. അവസാനം എൻ്റെ സ്വന്തമാണെന്നറിഞ്ഞപ്പോൾ ഈ ലോകം വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്നു എനിക്ക്. പിന്നെ ഒരിക്കൽ അതെല്ലാം കള്ളമാണെന്നും ആർക്കോ വേണ്ടി അഭിനയിക്കായിരുന്നു എന്നും പറഞ്ഞപ്പോൾ തകർന്നു പോയിരുന്നു ഞാൻ. പിന്നീട് ആത്മാർത്ഥമായിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പോലും ആ കണ്ണുകളിൽ ഞാൻ തിരഞ്ഞത് എന്നോട് ആത്മാർത്ഥതയുണ്ടോയെന്നായിരുന്നു. വീണ്ടും എന്നെ പറ്റിക്കുകയാണോന്ന്. അങ്ങനെയല്ലെന്നറിഞ്ഞ ആ നിമിഷം, അതാണ് അനുവേട്ട എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സന്തോഷിച്ച നിമിഷം. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ ഇഷ്ടപ്പെടുന്ന പുരുഷൻ്റെ മനസ്സിൽ അവൾക്കൊരു സ്ഥാനം ലഭിക്കുക എന്ന് പറയുന്നത് സ്വപ്ന നിമിഷമാണ്. പത്മരാജൻ പറഞ്ഞിട്ടില്ലേ, ഇഷ്ടമുള്ള ആളിനെ തന്നെ കിട്ടുന്നത് ഭാഗ്യമുള്ളവർക്കാണെന്ന്. അനുവേട്ടനെ എൻ്റെ സ്വന്തമായി കിട്ടുകയാണെങ്കിൽ ആ ഭാഗ്യം എനിക്കുണ്ടെന്നല്ലേ അതിനർത്ഥം. ഈ ജീവിതത്തിൽ ഒരൊറ്റയാളെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ, ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. എന്തിൻ്റെ പേരിലാണെങ്കിലും അത് നഷ്ടപ്പെടുത്താൻ എനിക്ക് സാധിക്കില്ല. പതിഞ്ഞ അവൻ്റെ ചിരി അവൾ ഫോണിൽ കേട്ടു. പത്മരാജൻ അതേ ഡയലോഗിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നല്ല കുട്ടികൾക്ക് എങ്ങനെ കിട്ടുമെന്ന്. നീയൊരു നല്ല കുട്ടിയാണ്. എടുത്തു പറയാൻ ഒരു പ്രത്യേകതകളുമില്ലാത്ത എന്നെപ്പോലെ ഒരാളെ, എന്നാൽ എടുത്തു പറയാൻ ഒരുപാട് മോശങ്ങളുള്ള എന്നെപ്പോലെ ഒരാളെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അത്ഭുതമാണ്. ഈ സ്നേഹത്തിൻ്റെ അർഹത എനിക്കുണ്ടോ എന്ന് മാത്രമാണ് ഇപ്പോൾ എനിക്ക് സംശയമുള്ളത്. അനുവേട്ടൻ വീണ്ടും കാട് കയറണ്ട. നാളത്തെ ദിവസം ഓർത്തൊരല്പം സമാധാനത്തിലിരിക്കുകയാണ് ഞാൻ.
അതിനിടയിൽ വീണ്ടും അനുവേട്ടൻ ഇത്തരം സംസാരങ്ങൾ ആത്മവിശ്വാസം കെടുത്തു. അവൾ പറഞ്ഞു, ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. നീ പറഞ്ഞതുപോലെ നമ്മൾ ഒന്നുചേരാനുള്ള പരീക്ഷണങ്ങളായി മാത്രമേ ഇതിനെ ഞാൻ കാണുന്നുള്ളൂ. സമാധാനമായിട്ട് ഇറങ്ങിക്കൂ. അവൻ്റെ ആശ്വാസവാക്കിലാണ് അവൾ സമാധാനത്തോടെ ഇറങ്ങാൻ നിന്നത്. എല്ലാവരും ഗാഠനിദ്രയിലാണെന്ന് മനസ്സിലായപ്പോൾ മെല്ലെ മൊബൈൽ ഫോണിൽ 2 വട്ടം ഇറങ്ങി എന്ന് പറയാൻ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. റിങ് ചെയ്യുന്നുണ്ടെങ്കിലും അത് എടുക്കുന്നുണ്ടായിരുന്നില്ല. ഒരു നിമിഷം അവൾക്ക് അല്പം ഭയം തോന്നിയെങ്കിലും രണ്ടും കൽപ്പിച്ച് അവൾ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി പുറകുവശത്തെ കഥകിലൂടെ മുൻപോട്ടിറങ്ങി. മൊബൈലിന്റെ ടോർച്ച് തെളിച്ച് പതിയെ നടന്നപ്പോൾ തന്നെ കണ്ടു കലിങ്കിനരികിൽ ബൈക്കുമായി കാത്തു നിൽക്കുന്ന കിരണിനെ. അല്പം മുൻപ് തോന്നിയ ആശങ്ക എവിടെയോ മറഞ്ഞുപോയത് വീണ്ടും ഒരു ആത്മവിശ്വാസം കൈവരുന്നതും അവൾ അറിഞ്ഞു. അവളെ കണ്ടപ്പോഴേക്കും അവൻ അരികിലേക്ക് വിളിച്ചിരുന്നു. ആരെങ്കിലും കണ്ടോ? അവൻ ചോദിച്ചു. ഇല്ല, പക്ഷേ എനിക്കെന്തോ ഒരു പേടി പോലെ. പേടിക്കണ്ട, എല്ലാം പെട്ടെന്ന് കഴിയും. അത് കഴിഞ്ഞ് തന്നെ അമ്പലത്തിൽ കൊണ്ടുവിടാം. അഥവാ ആരെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാൽ അമ്പലത്തിലാണെന്ന് കരുതൂ. അനുവേട്ടനെ ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. അവൻ കവലയിലുണ്ട്. ഫോൺ എടുത്തില്ലെന്നുള്ള കാര്യം ഓർത്തത് പിന്നീട്. തിരിച്ച് വീട്ടിലേക്ക് നടന്നു. ഇപ്പം തിരിച്ച് കവലയിലെത്തിയിട്ടുണ്ടാവും. പേടിക്കണ്ട, ഫോൺ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. താൻ കയറ്, സമയം പോവും. മാത്രമല്ല ആരെങ്കിലും കാണുകയും ചെയ്യും. അവനൊപ്പം പുറകിലേക്ക് കയറിയിരുന്നു. രണ്ടുപേരും കവലയിലേക്ക് ചെന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ എന്നൊരാശ്വാസം അവളിലും ഉണ്ടായിരുന്നു. വാച്ചിലേക്ക് നോക്കിയപ്പോൾ സമയം 4 ആയിട്ടുള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായി. കുറച്ചു സമയം നിന്നിട്ടും അനന്തുവിനെ കാണാതിരുന്നപ്പോൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. എന്താ വരാത്തത്? ഒന്ന് വിളിച്ചു നോക്കിക്കേ, അവൾ പറഞ്ഞപ്പോൾ കിരൺ പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചു. എന്നാൽ ആ നിമിഷം ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കിരണിനും ഒരു ആശങ്ക തോന്നിയിരുന്നു. പക്ഷെ അവളോട് പങ്കുവച്ചില്ല. കിട്ടുന്നില്ല, എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. എനിക്ക് പേടിയാവുന്നു. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പത്രം ഇടുന്ന മധുചേട്ടൻ വരും. വീട്ടിലും പുള്ളിയാണ് പത്രം ഇടുന്നത്. നമ്മളെ കണ്ട വീട്ടിൽ പറയില്ലേ? അത് ശരിയാ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവൻ്റെ വീട്ടിൽ പോയി നോക്കാം. അനുവേട്ടൻ്റെ അമ്മ ഇന്ന് ഗുരുവായൂർ പോയിന്നല്ലേ പറഞ്ഞത്? അമ്മ 3 മണിയായപ്പോൾ തന്നെ പോയി. അവൻ അമ്മയും കൊണ്ടുവിട്ടിട്ടാണ്. അത് കഴിഞ്ഞ് അവൻ എന്നെ കവലെ കൊണ്ടുവന്ന് വിട്ടത്. പിന്നെന്താ കാണാത്തത്? എനിക്കെന്തോ പേടി തോന്നുന്നു. അവൾ കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു. താൻ പേടിക്കണ്ട, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് പോവാം. അവൻ വരുന്ന വഴിക്ക് ആരെങ്കിലും കണ്ടെങ്കിൽ സംശയം തോന്നാതിരിക്കാൻ മാറുന്നതോ വല്ലതും ആയിരിക്കാം. വിവേക് അയാൾ വല്ലതും ചെയ്തിട്ടുണ്ടാവോ? അവൾ ഭയത്തോടെ കിരണിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൾ പറഞ്ഞ ഭയം ഒരു നിമിഷം അവന് തോന്നി. പക്ഷെ അത് പ്രകടമാക്കിയില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവൻ വിളിച്ചപ്പോൾ അവൾ ഒപ്പം ബൈക്കിൽ കയറി. താൻ ഇവിടെ നിൽക്കേ, ഞാൻ നോക്കിയിട്ട് വരാം. വീടിൻ്റെ അരികിൽ വണ്ടി ഒതുക്കി അവളോട് കിരൺ പറഞ്ഞു. ഞാനും കൂടി വരാം, ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഓക്കെ വാ. രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി. കതക് തുറന്ന് കിടക്കുന്നതാണ് കണ്ടത്. അകത്ത് ആരെയും കാണാനുമില്ല. അനന്തു, കിരൺ വിളിച്ചു. ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും ഒരുമിച്ച് അകത്തേക്ക് കയറി. അകത്തേക്ക് കയറുന്തോറും ഒരു സംഘട്ടനം നടന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും മുറിയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അടുക്കളയിലേക്ക് ചെന്നതും രണ്ടുപേരും ആ കാഴ്ച കണ്ട് ഭയന്നു പോയിരുന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.